മുസ്ലിം ലീഗ് നേതൃയോഗം നാളെ പാണക്കാട്ടിൽ ചേരും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിലാണ് ലീഗ് യോഗം. പ്രഖ്യാപനം വൈകുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ രൂക്ഷമായി വിമർശിച്ച സമസ്ത മുഖപത്രം സുപ്രഭാതവും ഇന്ന് രംഗത്തെത്തി. തിളക്കമാർന്ന വിജയത്തിന്റെ ശോഭ കെടുത്തുകയാണ് ഹൈക്കമാൻഡ് എന്നാണ് മുസ്ലിം സംഘടനകളുടെ വിമർശനം. ഭരണമാറ്റത്തിന് വോട്ട് ചെയ്തവരെ കോൺഗ്രസ് നേതൃത്വം അപഹസിക്കുകയും മര്യാദകേട് കാട്ടുകയാണെന്നും ഇന്ന് സുപ്രഭാതം മുഖപ്രസംഗം എഴുതി. തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്ത കോൺഗ്രസ് നേതൃത്വത്തെ സമസ്ത മുഖപത്രം പരിഹസിച്ചു. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ജനങ്ങളോട് എന്തു മറുപടി പറയുമെന്നും നിയുക്ത MLA TV ഇബ്രാഹിമിന്റെ ചോദ്യത്തിലൂടെ ലീഗിന്റെ മനസ്സിലിരിപ്പാണ് പുറത്തുവരുന്നത്. പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആളുകൾ ചോദിക്കുകയാണ്, ആയോ തീരുമാനമായോ, എന്താ നിങ്ങൾ ആളുകളെ പ്രശ്നമാക്കുന്നത്? UDF ഇത്ര വലിയൊരു വിജയം ഉണ്ടായിട്ട് അതിന്റെ മുഴുവൻ നിറം കെടുത്തി കളയുന്ന വിധത്തിലുള്ള ഒരു പോക്കാണ് ഇപ്പൊ പോകുന്നത്. അതിലുള്ള ഒരു അസ്വസ്ഥത എനിക്കുണ്ട്, ആശങ്ക എനിക്കുണ്ട്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് സങ്കീർണമായതോടെ നാളെ പാണക്കാട് നടക്കുന്ന മുസ്ലിം ലീഗ് നേതൃയോഗം നിലപാട് കടുപ്പിക്കും. KC വേണുഗോപാലിന് കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ടെങ്കിലും VD സതീശന് ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ലീഗ് പ്രതീക്ഷ. സമവായ സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തല എത്തിയാൽ പോലും ലീഗ് എതിർത്തേക്കില്ല. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്ന മറ്റു നീക്കങ്ങളോടുള്ള അതൃപ്തി ലീഗ് നേതൃത്വത്തിനും അണികൾക്കും ഒരുപോലെയുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.